ഹലോ, എല്ലാവർക്കും സ്പൈസസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റിലൊരു മട്ടൻ കറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, അതിന് മുൻപേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം, കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം, കൂടെ 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഇതേപോലെ ഒരു കഷ്ണം പട്ട, പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് 2 ഏലക്ക, അതുപോലെ 2 ഗ്രാമ്പു. ഇനി ഇതിലേക്ക് ചെറിയുള്ളിയാണ്, ഒരു 10ഓളം ചെറിയുള്ളി. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു 5-6 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടി. ഞാനിപ്പോൾ ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അതുവരേക്കും നമുക്ക് ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യുക, അതല്ലെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കരിഞ്ഞു പോയി അത് വേറൊരു ടേസ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ കറിയുടെ മൊത്തം ടേസ്റ്റ് തന്നെ പോവും. അപ്പോൾ ഇതപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു കൈപ്പിടി അളവിൽ ചിരകിയ തേങ്ങയാണ്. അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ളതെല്ലാം നല്ലതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല വറുത്തെടുത്തിട്ടുള്ള കപ്പലണ്ടിയാണ്. ഇതിപ്പോൾ നമ്മൾ വറുക്കാത്തതാണെങ്കിൽ നമുക്കിത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് വറുത്തത് എടുക്കുക കാരണമാണ് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മസാല. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു കുക്കർ ഒന്ന് എടുത്ത് വയ്ക്കാം. ഞാനിന്ന് ഈ കുക്കറിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കറൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ ഇപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എനിക്കിതിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതുപോലെ ചേർത്തി കൊടുക്കണം. പിന്നെ നമുക്ക് ഈ സമയം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഈ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ അതുവരേക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല പഴുത്ത തക്കാളിയാണ്. 2 തക്കാളിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരണം. അപ്പോൾ നമുക്ക് അതുവരേക്കും വഴറ്റി കൊടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ ഇതേപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതേ ഒരു പാകത്തിൽ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഈ മസാലയൊക്കെ ഇതിലേക്ക് ഇട്ട ശേഷം നമുക്ക് ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്കിപ്പോൾ ആവശ്യത്തിന് വെള്ളം, നമുക്ക് കറി എത്രണ്ട് വേണം അപ്പോൾ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അതിൻ്റെ പച്ചമണം എല്ലാം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ സമയം നമ്മൾ ഈ മസാലയുടെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോരെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു 5 മിനിറ്റോളം നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ ഒരു പാകത്തിലായിട്ടുണ്ട് നമ്മുടെ ഈ മസാല. അപ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ മട്ടനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലയിൽ മട്ടൻ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അതുവരേക്കും ഇതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതേപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാപ്പോൾ മട്ടനും മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മൂടി നിൽക്കുന്ന ആ ഒരു ലെവലിൽ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിപ്പോൾ ഗ്രേവിയൊക്കെ എത്രേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേകാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഒരു 4 വിസിൽ നമുക്കിത് അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു 4 വിസിലിന് ശേഷം ഞാനിത് ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ എയറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ മട്ടനൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടാണ് ഇരിക്കുന്നത്. ഒരു 4 വിസിൽ തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒരു 6-7 മിനിറ്റ് കൂടി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്തിട്ട് എടുക്കണം.
ഈ സമയം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറി ഇപ്പോൾ ഈ ഒരു പാകത്തിലാണ് ഇരിക്കുന്നത്. ഇതിലത്തെ ഗ്രേവിയെല്ലാം ഇത് നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് ഇപ്പോൾ നമുക്ക് ഈ കറി വേണ്ടത്. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.